ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് രാവിലത്തെ പിന്നെ വൈകുന്നേരത്തേക്കും കൂടി എടുത്തിട്ടുള്ള വ്ളോഗാണ്. ഉച്ചയ്ക്കുള്ളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, എടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീട് കേട്ടോ. രാവിലെ തന്നെ ഞാൻ തുണി ഉണങ്ങിയതൊക്കെ വൈകുന്നേരം ഉണങ്ങാത്തതൊക്കെ ഞാൻ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ പിന്നെയും പുറത്തേക്ക് എടുത്തിട്ടാണ് കേട്ടോ ഉണങ്ങാത്തതൊക്കെ. ഇതാണ് നമ്മളുടെ കൊട്ടാരം കേട്ടോ. ഞങ്ങൾ 4 പെണ്ണും ഒരാണും ആണ് മക്കൾ. എല്ലാവരും വളർന്ന കൊട്ടാരമാണ് കേട്ടോ. ഇതല്ല, ഇത് ഞങ്ങൾ കല്യാണമൊക്കെ ആയപ്പോൾ കുറേയൊക്കെ പണി കഴിഞ്ഞാൽ ചെറിയ വീടായിരുന്നു കേട്ടോ. പിന്നെ ഈ 4 ഭാഗത്തേക്ക് എടുത്തിട്ട് ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടാ നമുക്ക് എല്ലാവർക്കും കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാ മോള് ഇവ പന്തിന് കാറ്റടിക്കുകയാണ് കേട്ടോ, ശ്രീകുട്ടനും കണ്ണനും. അപ്പോൾ മോൾ എന്ത് ചെയ്യുന്നത്, ചെറുത് അതിന് തൂങ്ങണം, വല്ല ഊഞ്ഞാലും ആടണമായി തെങ്ങയറ് എന്നാ കുട്ടിയുടെ വിചാരം. അപ്പോൾ കുട്ടി അയക്കന്നെ ഇല്ല കേട്ടാ. മറ്റൊരു കാട്ടാതിരിക്കാൻ ഇടയ്ക്ക് സോപ്പിടുകയൊക്കെ ചെയ്യും കേട്ടോ. കണ്ട അവർ രണ്ടിനെ അയക്കുന്നില്ല അവരെ കളിക്കാൻ. പിന്നെ ഇപ്പോൾ പന്ത് കളിക്കുകയാണെങ്കിൽ പന്ത് എടുത്തിട്ട് അതിന്മേൽ കയറിയിരിക്കും, അല്ലെങ്കിൽ ഇതാ കാറ്റടിക്കാൻ അയക്കില്ല. അങ്ങനെയാണ് കേട്ടോ. അവർ രണ്ടാളെയും കളിക്കാൻ അയക്കുന്നില്ല. പിന്നെ നടന്ന് വികൃതി കാട്ടിയാണ്ടിരിക്കും കേട്ടോ. ഇനി പഞ്ചുട്ടിനെ ഏറ്റവും തല്ലുള്ളൂ. ഇടയ്ക്കൊക്കെ തുപ്പിട്ട അഞ്ചുട്ടിക്കാണെങ്കിൽ തുപ്പണത് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ നല്ല പോക്കിരിയാണ് കേട്ടോ. ഞാൻ പറയുന്നത് ചെക്കന്മാരായി പോലെ വികൃതിയാണ് വെക്കുന്നത്. മോളെ അമ്മ പോവല്ലോ, ഞാനും അമ്മയും ഇതും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ വീട്ടിൽ. ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് നേരം പോണത്. എന്താ വെച്ചാൽ അപ്പോൾ പിന്നെ നമ്മളുടെ ചിന്തകളൊക്കെ കുറേയൊക്കെ മറക്കും. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ വിഷമം തന്നെയല്ലേ, ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ആലോചിച്ചിട്ട് കോലം തന്നെ ഇങ്ങനെയായി. എല്ലാവരും പറയട്ടെ നന്നായി ക്ഷീണിച്ചെന്ന്. എപ്പോഴും ടെൻഷൻ മാത്രമേ ഉള്ളൂ. മക്കൾ 2 അവിടെ 2 ഇവിടെ, ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ എന്താണ് ഇങ്ങനെ ആയത് ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും കേട്ടോ. എല്ലാ കഷ്ടതകളും എവിടെ ഉണ്ടെങ്കിലും ഇന്നെ തേടി വരും. അങ്ങനെ ഒരു ലൈഫാണ്. അല്ലെങ്കിൽ പിന്നെ 2 അവിടെയും 2 ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ജീവിക്കേണ്ടി വരുമോ? എല്ലാവരും കൂടി കൊണ്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നല്ല, നിവൃത്തില്ലാഞ്ഞിട്ടാണ്. ഞാനിപ്പോൾ ഇവരുടെ ആശ്രയിച്ചിട്ടല്ലേ കഴിയണത്. എനിക്കാണെങ്കിൽ പണിക്ക് പോകാനും വയ്യ. കണ്ണിൻ്റെ പ്രശ്നങ്ങളും കാഴ്ച പ്രശ്നമൊക്കെ കാരണം. പിന്നെ ആണെങ്കിൽ ഞാൻ കുറേ അന്വേഷിച്ചിട്ടാ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുമെന്നൊക്കെ. പക്ഷേ വിചാരിച്ച പോലെ ജോലിക്ക് ഇറങ്ങി നടന്നപ്പോഴാണ് ജോലി അങ്ങനെ കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത്. വല്ല ടെക്സ്റ്റൈൽസിലെങ്കിലും കയറാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഒക്കെ നേരെ 8 മണി 8:30 വരെ ഒക്കെ നിൽക്കണം. അപ്പോഴേക്കും മക്കളെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാതെയാവും. അവർ ഈ പഠിച്ച് വളരുന്ന പ്രായത്തിൽ ഇട്ടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതും ഒരു വിഷയമാണ്. അപ്പോൾ ഒരു വരുമാനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം. എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ ചെറിയതായാലും ഒരു പണി ഉണ്ടെങ്കിൽ ഇത്ര ഒരു ടെൻഷൻ ഇല്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പണി ഉണ്ടാവുമെന്ന് വിചാരിക്കണേ, എങ്ങനെയെങ്കിലും കിട്ടുമായിരിക്കും, പോകാൻ പറ്റണ്ട. പിന്നെ വേറെ എന്തെങ്കിലും ഫീൽഡ്, ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും അറ്റൻഡറായിട്ടൊക്കെ അപ്പോൾ കയറണമെന്നുണ്ടെങ്കിൽ നൈറ്റ് എടുക്കണം. അതും ബുദ്ധിമുട്ടാണ്, ഉറക്കമൊഴിക്കാനൊന്നും പാടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വഴിമുട്ടിയ ലൈഫായി പോയിട്ടോ. മക്കളൊന്ന് വിളിച്ച് കൊണ്ടുവരാനും ഒപ്പം നിർത്താൻ പോലും ഒരു കാശില്ലാത്തൊരവസ്ഥയാണ് എനിക്കിപ്പോൾ. ഞാനെൻ്റെ എല്ലാതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലൈഫ് ഒക്കെ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയാനൊക്കെ താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് വീഡിയോ തന്നെ ഇട്ടിട്ടുള്ളത് ഞാൻ ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ഇങ്ങനെ ശർക്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമൃതം പൊടി ഏറ്റവും ഉണ്ടാക്കാൻ വിചാരിച്ച് രാവിലെ ഞങ്ങൾക്ക് പൂളക്കിഴങ്ങായിരുന്നു, പുഴുങ്ങിയതായിരുന്നു ചായക്കടി. അപ്പോൾ കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് ഞാൻ അമൃതം പൊടി വറുത്തിട്ട് ഉരുട്ടി കൊടുക്കുക ചെയ്തത്. അത് മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ശർക്കര ഒരു കത്തിയായിട്ട് ചെയ്യാൻ കിട്ടാത്ത പോലത്തെ ശർക്കര. അപ്പോൾ ഞാൻ ഈ അമൃതം പൊടിയുടെ കവറിൽ തന്നെ ഇട്ടിട്ട് ചതക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതും കുറച്ച് തേങ്ങയും കൂടി ചിരകിയിട്ടിട്ട് ഉരുട്ടി കൊടുത്താൽ അവരത് ഇടയ്ക്കൊക്കെ അതുപോലെ കൈ പിടിച്ച് നടന്ന് തിന്നോളൂ കേട്ടോ. പിന്നെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് കുക്കറിൽ ചോറുണ്ടാക്കിയിട്ടുണ്ട്, ചേച്ചിക്ക് കൊണ്ടുപോകാനും. ബാക്കി പിന്നെ മക്കൾക്ക് 10 മണി കഞ്ഞിക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചു. ചോറിന് തീ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ, അടുപ്പത്ത് തീ കത്തിച്ചിട്ടില്ല, അടുപ്പൊക്കെ ഒഴിഞ്ഞിറക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉരുട്ടുമ്പോൾ തുമ്പിക്ക് കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. അവൾക്ക് ഉള്ളിയും വേണ്ട പൂളക്കിഴങ്ങും വേണ്ട, അവൾക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓളെന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്.
ഒരു പെണ്ണ് ചൂലൂരി പരത്തി വെച്ചിന് കണ്ടാ. മര്യാദക്ക് ചൂല് വൃത്തിയാക്കിക്കോ, നേരാക്കി വെച്ചോ. ഒരു കയ്യിൽ ഉന്നം പിടിച്ചിട്ട് ഓടുക, കളിക്കാൻ ഓടുന്നുണ്ടല്ലേ. അച്ഛൻ ചായ കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കൊത്താനും കളിക്കാനൊക്കെ ഉണ്ടോ നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. അധികമൊന്നുമില്ല, നമുക്ക് അധികം സ്ഥലമൊന്നുമില്ല കേട്ടോ, വീടിരിക്കുന്ന സ്ഥലം തന്നെ ഉള്ളൂ. എന്നാലും എന്തെങ്കിലുമൊക്കെ വാഴയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിന് തടം മാതാനൊക്കെ വേണ്ടിയിട്ട് അച്ഛൻ ഇറങ്ങിയത്. അച്ഛൻ ഇപ്പോൾ പണിക്കൊന്നും പോക്കില്ല കേട്ടോ. എൻ്റെ കല്യാണത്തിന് മുന്നേ തന്നെ അച്ഛൻ പണിക്കൊക്കെ പോക്ക് നിർത്തിയതാണ്. അച്ഛൻ അലർജിയുടെ പ്രശ്നം, ശ്വാസം മുട്ടലൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് തുണിയൊക്കെ അലക്കാനുള്ള വാഷിംഗ് മെഷീനിൽ ഇട്ടതാണ്. എന്തായാലും അനിയൻ്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഒരു വാഷിംഗ് മെഷീനൊക്കെ കാണാൻ യോഗം ഉണ്ടായി. ഞങ്ങൾ തുണി കല്ലിലിട്ട് തന്നെയാണ് അലക്കൽ. ചളിയുള്ളത് ഇപ്പോഴും ചെക്കന്മാർ ചളിയൊക്കെ കല്ലുമിട്ടിട്ട് തന്നെയാണ് അലക്കട്ട്. അതിൽ വലിയ ചളി ഇല്ലാത്തൊക്കെ ഇടുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എന്താ പറയുക കൊണ്ടുവന്നതാണ് കേട്ടോ ഈ വാഷിംഗ് മെഷീൻ. അവർ പോയിട്ട് അനിയനും ഓളും കുവൈത്തിലാണ്, നാട്ടിലില്ല. അപ്പോൾ അവരുടെ ചിലവിലാണ് വീട്ടിൽ കഴിയണത് കേട്ടോ. ആകെയുള്ളൊരാങ്ങളാണ്. അവർ കുട്ടികളൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്ത് കഴിഞ്ഞ മാസമാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അച്ഛൻ ഈ വാഷിംഗ് മെഷീനിൽ നിന്നൊക്കെ വെള്ളം വരുന്ന അവിടെ അങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്, അതൊക്കെ തോണ്ടിയിട്ട് അവിടെ അങ്ങനെ വെള്ളം കെട്ടിക്കുക. കോഴികൾ വന്നിട്ട് ചിക്കി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അവിടെ ഒന്ന് നേരാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ തോണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ കുറേ തുണികളൊക്കെ തോരടാണ്ടായിരുന്നത്. ഞങ്ങൾ താഴ്വരയിൽ ഞാൻ വൈകുന്നേരം തുണി ഇങ്ങോട്ട് എടുത്തിടുന്നതാണ് കേട്ടോ. ഉണങ്ങാത്ത തുണി നേരം വൈകിയാലൊക്കെ തിരുമ്പിയാലും ഒക്കെ മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ കേട്ടോ. നമുക്ക് മറ്റേ സീറ്റിട്ട സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഇറക്കി കെട്ടിയിട്ടുണ്ട് തുണി തോരടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വിറകര കെട്ടാനൊന്നും നേരം ഉണ്ടായില്ല, അനിയൻ്റെ കല്യാണം ആയതുകൊണ്ട്. അപ്പോൾ വിറകൊക്കെ നമ്മൾ അവിടെ തന്നെയാണ് ഇട്ടുണ്ട്, അതിൻ്റെ ചുവട്ടിൽ തന്നെയാണ്. ഇനി വിറകരൊക്കെ കെട്ടിയിട്ട് വേണം. ഇവിടെ ഈ ഭാഗത്ത് അടുക്കള ഭാഗത്ത് കുറേ അയലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ തുണി ഉണ്ടാവും. ഞങ്ങൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ തുണികളൊക്കെ ഉണ്ടാവും കേട്ടോ തോരടാൻ വേണ്ടിയിട്ട്. അമ്മ ഇവിടെ ഇല്ല, അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ 2 ദിവസം നിൽക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ശനി ഞായറും അല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ നിൽക്കാൻ പോയതാണ്. അപ്പോൾ ഇന്ന് എല്ലാ ചാർജും എൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ തന്നെയാണ് നോക്കണത്, ചോറും കറി ഉണ്ടാക്കലും. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. രാവിലത്തെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ വൈകുന്നേരമാണ് കുറച്ച് വീഡിയോ എടുത്തത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നൊരു ഇത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങോട്ട് പറയാനോ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ 260 സബ്സ്ക്രൈബർ ആയല്ലോ. ഞാൻ ശരിക്കും ഇത്രയ്ക്കും സപ്പോർട്ട് എനിക്ക് കിട്ടും തന്നെ വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ വയസ്സും പ്രായമൊക്കെ ആയി, ഇനിയിപ്പോൾ ആര് സപ്പോർട്ട് ചെയ്യാനാണ് എന്നൊക്കെ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ശരിയല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉച്ചരിഞ്ഞതിന് ശേഷം മക്കൾക്ക് പാടത്തെ മണ്ണേറ്റ് എന്തൊക്കെയാണ് ഉണ്ടാക്കാണ്ട് പറഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഈ പാടത്തേക്കൊക്കെ വരികയെന്നാണ് എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കേസുട്ടിക്കും അവർ എന്താ പറയുക ചോദിക്കും, ഫോൺ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കും, അമ്മ അവിടെ പാടത്ത് മീനുണ്ടോ, പിന്നെ പാടത്ത് വെള്ളമുണ്ടോ നീന്താൻ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾ ഇതാ മീൻ പാടത്തുനിന്ന് പിടിച്ചതാണ്, അവർക്കൊന്ന് കാണിച്ചു തന്നതാണ്. ഞങ്ങൾക്ക് കുറേ മീൻ കിട്ടി ചേച്ചി, ഞങ്ങൾ പിടിച്ചു തരണം നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചെന്നോട്. നല്ല മക്കൾ കിട്ടുക, നമ്മളടുത്തുള്ള ആരുടെയൊക്കെയോ മക്കളാണ് എനിക്കറിയില്ല. പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടാണ്. അപ്പം അഞ്ചുട്ടി വലിയൊരു കൊട്ടയും കുപ്പിയൊക്കെ ആയിട്ട് മീനെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് മീൻ പിടിക്കാൻ അറിയൊന്നുമില്ല. അപ്പോൾ മക്കൾ അവളെടുത്ത് കൊടുത്തതാണ്, ചേച്ചി ഇത് പിടിക്കും, ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ റെഡിയാക്കട്ടെ എന്നിട്ട്. ഇവിടെ കൊഴിഞ്ഞ പാടങ്ങളായിരുന്നു കേട്ടോ, കുറേ പാടങ്ങളുണ്ടായിരുന്നു, കണ്ണെത്താത്ത ദൂരത്തോളം പാടങ്ങളായിരുന്നു ഞാൻ ചെറുതാവുമ്പോൾ. ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും 5 സെൻറ്റും 4 സെൻറ്റും വാങ്ങി വീട് വെച്ചിട്ട് റോഡ് വന്നിട്ട്, അപ്പോൾ ഇവിടുന്ന് വെങ്ങാലൂരിക്കുള്ള റോഡാണിത്, പാടത്തിൻ്റെ നടുവ് കൂടെ. ഇപ്പോൾ പാടം എന്ന് പറയാൻ പറ്റില്ല, ഒക്കെ പറമ്പായിട്ടുണ്ട്. അപ്പോൾ പൂച്ച എനിക്ക് വീഡിയോ എടുത്തരാൻ വേണ്ടി നിന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ പാടമൊക്കെ നടന്ന് കാണുകയാണ്. അഞ്ചുട്ടിക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് നടക്കുന്നതൊക്കെ മനസ്സിനും തന്നെ ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ പിന്നെ ഞാൻ അവരൊപ്പം ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. എന്താ വെച്ചാൽ മക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ പാറി നടക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കൾക്ക് ഈ പാടത്തും പറമ്പിലൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ. അവർക്ക് ടി വി ഇതൊക്കെ കാണുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെയാണ്. അവിടെ ആണെങ്കിലും തന്നെ അവർ പാടത്തുനിന്ന്, ഞങ്ങളടുത്ത് പാടമുണ്ട് കേട്ടോ, അവിടെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ താഴത്തൊക്കെ ആ പാടത്തുനിന്ന് അവർ കയറൂല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്
വെള്ളത്തിലും മണ്ണിലും ഒക്കെ കളിക്കാൻ. അതിപ്പോൾ സ്ത്രീക്കൂട്ടിനും അതെ അങ്ങനത്തെ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എന്താ ചെയ്യേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിയാനുള്ള ഒരു യോഗം ഇല്ലാത്തൊരു ജീവിതമാണ് എൻ്റേത്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ജീവിക്കാനൊരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ ഒന്നിനും പേടിക്കേണ്ട കേട്ടോ. നമുക്ക് ആരെയും പേടിക്കേണ്ട, നമ്മുടെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഇതിപ്പോൾ നാളെ എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മുന്നിലുള്ളത്. മക്കളെ കൊണ്ടുവരാനോ അവരുടെ കാര്യങ്ങളിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കൊണ്ടുവരാനുള്ള വരുമാനമില്ല, ഒപ്പം നിർത്താനില്ല. ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു അങ്കലാപ്പിലാണ് കേട്ടോ. എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവുക. എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവുമായിരിക്കും. അപ്പം അഞ്ചുട്ടി ഇടയ്ക്കൊന്ന് പോസ്റ്റ് ചെയ്ത് തന്നാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്താണ് ഞാൻ. അപ്പോൾ എല്ലാവരോടും ഒരു അപേക്ഷ പോലെ പറയാം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, മറക്കരുത്, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മളൊന്ന് മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഒത്തിരി നന്ദിയുണ്ട്. അല്ലാണ്ട് വേറൊരു വഴി ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. എഡിറ്റിങ്ങിലൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട്, എനിക്കെന്നെ അറിയാം. പിന്നെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്, കണ്ണിന് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം.